ഹലോ, എൽമാസ് ടൈലറിംഗ് ബെൽഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്മമാരുടെ ചട്ടയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പം അമ്മമാരൊക്കെ ചട്ടയിടലൊക്കെ വളരെ കുറഞ്ഞു. പ്രായമായി വീട്ടിലിരിക്കുന്നവരില്ല, നൈറ്റിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ചട്ടയും മുണ്ടും ഒക്കെ ആയിരുന്നു. ഇപ്പം സൗകര്യത്തിന് വേണ്ടി നൈറ്റിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ പള്ളിയിലൊക്കെ പോകാൻ നേരത്താണ് ക്രിസ്ത്യൻ അമ്മമാർ ചട്ടയൊക്കെ ഉപയോഗിക്കുന്നത്. അത് വളരെ നമുക്ക് ചട്ടയുടെ കട്ടിങ്ങാണ് നോക്കുന്നത്. അതിനായിട്ട് അളവ് തന്നിട്ടുണ്ട്. ഒരു 65 വയസ്സുള്ള അമ്മച്ചിയാണ്. അപ്പോൾ അവർ വീട്ടിലിരുന്ന ഒരു ചട്ടയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇറക്കം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇറക്കവും മണ്ണും കഴുത്തും എല്ലാം ഒന്നളന്ന് നോക്കാം. ചട്ടയ്ക്ക് സാധാരണ 80 സെൻറ്റിമീറ്റർ തുണിയാണ് വേണ്ടത്, വീതിയുള്ള തുണി. പക്ഷേ ഇതിപ്പം 1 മീറ്റർ തുണിയുണ്ട്. അത് അവരങ്ങനെ മുറിച്ചപ്പോൾ അങ്ങനെ എടുത്തതായിരിക്കും. സാധാരണ നമുക്ക് 80 സെൻറ്റിമീറ്റർ, 85 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ ഇച്ചിരി വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഒരു 90 സെൻറ്റിമീറ്റർ കൂടുതൽ വേണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ അളവുകളൊന്ന് നോക്കാം. ഷോൾഡർ കട്ട് ചെയ്തിട്ടല്ല നമ്മൾ ചട്ടയടിക്കുക. അത് നമ്മൾ കട്ട് ചെയ്യാതെ ഫോൾഡഡ് സൈഡ് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ താഴേക്ക്, ഷോൾഡറിൻ്റെ അവിടെ താഴേക്ക് പിടിച്ചാൽ നമുക്ക് 18 ഇഞ്ച്, 18-18.5 ഇഞ്ച് വേണമെങ്കിലും വെക്കാം. 18.5 ഇഞ്ച് നമുക്കെടുക്കാം. ഇത് ഇച്ചിരി ചുരുണ്ട് കയറിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം 18.5 ഇഞ്ച് നമുക്ക് ഇറക്കം പിടിക്കാം. വണ്ണം 2 മടക്കിയതാണ്. അപ്പോൾ 22. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഷേപ്പ് അടിക്കുന്നതല്ല. ചട്ടയ്ക്കൊരിക്കലും നമ്മൾ ഷേപ്പ് അടിക്കില്ല, നേരെ ആയിരിക്കും വണ്ണം വരിക. അതായത് സൈഡ് നമ്മൾ അടിക്കുക, ഷേപ്പ് ചെയ്തിട്ടല്ല അടിക്കുക. അപ്പം താഴെ നമുക്ക് 22 ആണുള്ളത്, മുകളിൽ നമുക്ക് 22 ആണുള്ളത്. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് നോക്കാം. കഴുത്തിൻ്റെ ഇറക്കം ഈ ഷോൾഡറിന് താഴേക്ക് പിടിച്ചാൽ 6 ഇഞ്ചാണുള്ളത്. പിന്നെ കൈക്കുഴി നമുക്ക് 16 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് ഉള്ളത്. കൈയുടെ ഇറക്കം 6 ഇഞ്ചുണ്ട്. കൈയുടെ വണ്ണം 7.5 ഇഞ്ചുണ്ട്. അടിവശത്തെ വണ്ണം 5.25. പുറകുവശത്തെ കഴുത്തിൻ്റെ ഇറക്കം 3 ഇഞ്ച്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ചട്ട കട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. തുണി സാധാരണ ചട്ടയ്ക്ക് വേണ്ടി, ചട്ട കട്ട് ചെയ്യാൻ വേണ്ടി മടക്കുന്നത് നമ്മൾ ചുരിദാറിന് മടക്കുന്നതിലാണ്. അതായത് പുറകും മുന്നും സെപ്പറേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചട്ടയ്ക്ക് മടക്കേണ്ടത്. അല്ലാതെ നമ്മൾ സാധാരണ നമ്മൾ കാണിക്കുന്ന ഉള്ളിൽ ഒരു പീസ് ഉള്ളിൽ പോകുന്ന പോലെ നമ്മൾ മടക്കാൻ പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ തേര് വശം നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് നീളത്തിൽ നമുക്ക് മടക്കണം, അങ്ങനെ ഒറ്റ വീതിയിൽ. ഇങ്ങനെയാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത്. ഇത് തേര് വശമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 മടക്കാം. നമുക്ക് 22 തയ്ച്ച് തീരുമ്പോൾ വണ്ണം കിട്ടണം. പിന്നെ നമുക്കൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. 11 ഇഞ്ച്. അപ്പം ഇങ്ങനെയാണ് വണ്ണം പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് 11 ഇത് നമ്മുടെ തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ട വണ്ണം. ബാക്കി നമുക്ക് 1 ഇഞ്ച് നമുക്ക് മതി. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ മടക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് 18ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ഇറക്കം കൂടിയിട്ട് നമ്മൾ 20 എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ അടയാളപ്പെടുത്താം 20. 18 കൂടെ നമ്മൾ 2 ഇഞ്ചാണ് ഇറക്കം കൂട്ടിയത്. അപ്പോൾ ഈ നമ്മൾ അടയാളപ്പെടുത്തി ഇവിടെ വെച്ചിട്ട് ഇത് നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തിയതാണ് ഒരു പീസിൻ്റെ, ഏതെങ്കിലും ഒരു പീസിൻ്റെ, മുന്നിലത്തെയോ പുറകിലത്തെയോ ഏതെങ്കിലും ഒരു പീസിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തിയതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇനി 4 മടക്കുവാണ്. ഇപ്പം നമ്മൾ 2 മടക്കിയിട്ടേക്കുന്നത്. ഇനി നമ്മളിത് 4 മടക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഫോൾഡഡ് സൈഡാണ് വരുന്നത്. ഇവിടെ അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മടക്കുന്ന ശ്രദ്ധിക്കുക, ഇത് നമ്മൾ സെപ്പറേറ്റ് ആണ്. ഇത് പുറകുവശം, ഇത് മുൻവശം. അങ്ങനെ നമ്മൾ ഇങ്ങനെ മടക്കിയാലേ നമുക്ക് കഴുത്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമ്മളിട്ടു. അപ്പം അത് കാണിക്കാം. 11 ഇഞ്ച് നമുക്ക് വണ്ണം, എല്ലാ വശത്തും 11 ഇഞ്ചാണ്. ബാക്കി നമുക്ക് തയ്യൽ തുമ്പാണിത്. ഇറക്കം നമ്മൾ 18 നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടണം. അതിന് നമ്മൾ 20 എടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നിങ്ങൾക്ക് കഴുത്ത് വെട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചിടാം. കാരണം ഇത് ഓപ്പൺ സൈഡ് ആയതുകൊണ്ട് ഇവിടെയല്ല നമ്മൾ കഴുത്ത് വെട്ടുന്നത്, ഈ ഫോൾഡഡ് സൈഡിലാണ് നമ്മൾ കഴുത്ത് വെട്ടുന്നത്. അപ്പം ഞാൻ ഇങ്ങോട്ട് തിരിച്ചിടാം.
നമുക്കിത് എന്നിട്ട് ഈ വണ്ണം ഇങ്ങോട്ട് വെട്ടിയെടുത്തേക്കാം. കാരണം ഇല്ലെങ്കിൽ ഇത് മടക്കിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വണ്ണോ ഇറക്കോ അടയാളപ്പെടുത്തിയതാണ്. അപ്പം കട്ട് ചെയ്തിട്ട് മടക്കി കാണിക്കാം. അപ്പം നമ്മൾ ആ പീസ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ നമുക്ക് കൈക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ ഇറക്കോ മണ്ണോ അടയാളപ്പെടുത്തിയ നമ്മുടെ പീസാണ്. അത് നമുക്ക് മടക്കിയിടാം, നാലാക്കി. നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ഇടാം. നാലാക്കി നമ്മൾ മടക്കിയിട്ടു. അതായത് ഇത് ഉണ്ടോ, ഇത് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ആയിട്ടാണ്. ഇവിടെ ഫോൾഡഡ് സൈഡാണ്, ഇവിടെ ഓപ്പൺ സൈഡാണ്. ഇവിടെയും ഫോൾഡഡ് സൈഡാണ്, ഇവിടെ ഓപ്പൺ സൈഡാണ്. അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ വണ്ണത്തിനുള്ള അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇറക്കം കൂടെ നമുക്ക് അടയാളപ്പെടുത്തി 18. അപ്പോൾ ഇതാണ് നമുക്ക് വണ്ണത്തിനുള്ളത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് നമ്മുടെ കഴുത്ത്, ഷോൾഡർ, കൈക്കുഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫോൾഡഡ് സൈഡാണ്. ചട്ടയ്ക്കും വെറ്റിക്കോടിനും എല്ലാം നമ്മളെപ്പോഴും ഷോൾഡർ കട്ട് ചെയ്യാതെ, അതായത് നമ്മൾ അടിക്കുന്ന ലെവലിലേക്ക് ആകാതെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലരെല്ലാം വെറ്റിക്കോടിനൊക്കെ ഷോൾഡർ അടിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അത് പല രീതിയിൽ ചെയ്യാം. പക്ഷെ എന്നാൽ ഇതാണ് ഏറ്റവും ചെയ്യേണ്ട ശരിയായിട്ടുള്ള രീതി. ഫോൾഡഡ് സൈഡ് ആയിരിക്കണം ഷോൾഡർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ അടയാളപ്പെടുത്താൻ പോവാണ്. അപ്പോൾ ഈ അമ്മച്ചിക്ക് ഒറിജിനൽ ഷോൾഡർ 16 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ചട്ട ആയതുകൊണ്ട് തന്നെ, അതായത് ചട്ട എന്ന് പറഞ്ഞാൽ പുറകിലത്തെ കഴുത്ത് 3 ഇഞ്ച് ഇറക്കം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറിജിനൽ ഷോൾഡറിൽ നമ്മൾ 1 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. നമ്മൾ ഒറിജിനൽ ഷോൾഡറിൽ നമ്മൾ 1 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. അപ്പം 16 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 15 ഇഞ്ച്. അപ്പോൾ നമുക്ക് 15ൻ്റെ 2-1 എന്ന് പറയുന്നത്. ശേഷം നമുക്ക് 7 നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ കഴുത്ത്, ഇത് നമ്മൾ ഫ്രണ്ട് കഴുത്ത് നമുക്ക് അടയാളപ്പെടുത്താം. ഈ മുകളിലത്തെ പീസയിൽ നമുക്ക് ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്താം. നമുക്ക് തയ്ച്ച് തീരുമ്പം കഴുത്തിറക്കം കിട്ടുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 5 ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് നമുക്ക് 6 കിട്ടണ്ടേ. അപ്പോൾ 6ൻ്റെ അവിടെ നമ്മളൊരു വര അടിച്ചു. അപ്പോൾ ഇത് നമുക്ക് 5, ഇത് നമ്മുടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടുള്ള 6 ഇഞ്ച്, കറക്റ്റ് 6 ഇഞ്ച്. പണ്ടത്തെ അമ്മച്ചിമാർക്കൊക്കെ കറക്റ്റ് വി ഷേപ്പ് ആകണം, എങ്കിലേ അവർക്ക് ആ ചട്ട ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്കിലും കറക്റ്റ് വി വരണമെങ്കിൽ നമ്മൾ അധികം വീതി എടുക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ, ഇത് തന്നെയാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2-2.25 ഇഞ്ചോളം നമുക്ക് ഈ കഴുത്തിൻ്റെ അകലം നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ 1.25 ഇവിടെ കൊടുത്തിട്ടുള്ളത് അകലം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ 5-ൽ നിന്നും ഈ 1.25 നമ്മൾ വി ഷേപ്പിലാണ് വരയ്ക്കുന്നത്. സാധാരണ നമ്മൾ ഫുൾ ഇറക്കത്തിൽ നിന്നാണല്ലോ നമ്മൾ വി വരയ്ക്കേണ്ടത്. പക്ഷേ ചട്ടയ്ക്ക് എപ്പോഴും നമ്മൾ കഴുത്ത് വരയ്ക്കുന്നത് 1 ഇഞ്ച് കുറച്ചിട്ടാണ്. കാരണം 1 ഇഞ്ച് നമുക്ക് വെറുതെ ഇങ്ങനെ കീറി വിടുകയുള്ളൂ, എന്നാലേ നമുക്ക് കറക്റ്റ് വി കിട്ടുള്ളൂ. അതായിരിക്കും നേരത്തെ കാണിക്കാം. അപ്പം ഇത് നമ്മൾ ഈ 5-ൽ നിന്നും നമ്മൾ ഈ 1.25 വി ഷേപ്പിൽ വരയ്ക്കുകയാണ്. ഉണ്ടോ, ഇങ്ങനെ വരച്ചു. ഇനി ഇതിന് ശേഷമുള്ളത് നമ്മൾ വെറുതെ കത്രിക കൊണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വിടുകയുള്ളൂ. നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്യില്ല. താഴെ വരെ വി ഷേപ്പിൽ കട്ട് ചെയ്താൽ കഴുത്താക്കുന്നു പോകും. അപ്പോൾ അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറകുവശമാണ് കട്ട് ചെയ്യേണ്ടത്, കഴുത്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മറച്ച് വെച്ചിട്ട് നമ്മളിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തും. അപ്പോൾ നമ്മളിവിടെ അകലം 1.25 തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചതുരം വരച്ചു. അതിന് ശേഷം നമുക്കത് യു, അപ്പോൾ നമ്മളത് യു വരച്ചിട്ടുണ്ട്. ഉണ്ടോ, യു വരച്ചു. അപ്പോൾ നമുക്കിത് ഈ യു നമുക്ക് ഈ ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു പീസ് മാത്രം എടുക്കുക. എന്നിട്ട് ഇത് യു ആയിട്ട് ഇങ്ങ് വിട്ടുക. നമ്മൾ യു വെട്ടി. ഉണ്ടോ, പുറകുവശം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. മുൻവശത്തെ തൊടാതെ നമ്മൾ പുറകുവശം മാത്രം യു വെട്ടിയെടുത്തു. ഇനി നമ്മൾ തിരിച്ചിട്ടു. അതിന് ശേഷം നമുക്ക് ഇനി കൈക്കുഴി വേണം നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആം ഹോളിൻ്റെ അളവെന്ന് പറയുന്നത് ഈ അമ്മച്ചിക്ക് 15 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ചട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ സാരി ബ്ലൗസിനും ചുരിദാറിനും ഒക്കെ ചിലർക്ക് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടും, ചിലർക്ക് നമ്മൾ 3/4 ഇഞ്ച് കൂട്ടും. അങ്ങനെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ് നമ്മൾ ആം ഹോളിന് ലൂസ് കൂട്ടുന്നത്. അപ്പോൾ ചട്ടയാവുന്നതെന്ന് വെച്ചാൽ ചുരിദാർ പോലെയോ സാരി ബ്ലൗസ് പോലെയോ ടൈറ്റ് അല്ല. അപ്പം ചട്ട കുറച്ച് ലൂസാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ചട്ടയ്ക്ക് നമ്മൾ ആം ഹോളിന് ലൂസ് കൂട്ടുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ ഈ അമ്മച്ചിക്ക് 15 ആം ഹോൾ റൗണ്ട് വരുന്നത്. അപ്പോൾ 15ൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 16 കിട്ടി. 16ൻ്റെ 2-1 എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. നമുക്ക് ആ 8 ഇഞ്ച് കിട്ടുന്ന പോലെ വേണം നമ്മൾ ഈ കൈക്കുഴി സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ 6.25 കൊടുക്കും. ഒന്ന് വരയ്ക്കാം. നമ്മളിവിടെ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വരച്ചിട്ട് നോക്കാം.
അപ്പോൾ നമ്മളിതിൽ തയ്ക്കുന്ന രീതിയിൽ നമ്മൾ നോക്കിയാൽ നമുക്കിവിടെ 8:30 ആയിപ്പോയി. അപ്പോൾ നമുക്കിവിടെ 5:45 കൊടുക്കാം. നമ്മൾ കൈക്കുഴി വരച്ചാൽ നമുക്കിവിടെ 8 ഇഞ്ച് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ 5:45 കൈക്കുഴി കൊടുത്തിട്ടുള്ളത്. നമ്മൾ 5:45 കൈക്കുഴി കൊടുത്തിട്ട് നമ്മൾ ആം ഹോൾ വരച്ചപ്പോൾ നമുക്ക് കറക്റ്റ് 8 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സാരി ബ്ലൗസ് പോലെ നമുക്ക് ഒത്തിരി കുഴിച്ച് വെട്ടേണ്ട ഒന്നുമില്ല. കൈക്കുഴി നമ്മൾ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് അങ്ങനെ വെട്ടാറില്ല അധികം. ഒരു ചെറിയ ഷേപ്പ് കൊടുക്കും. നമ്മൾ ഒന്നിച്ചിട്ടാണ് വെട്ടിയത്. പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു 1/4 ഇഞ്ച്, ഒരു 1/4 ഇഞ്ചിൻ്റെ മാത്രം നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും. ഇത്രയും ചെറിയൊരു ഷേപ്പ് വ്യത്യാസമേ വരുന്നുള്ളൂ. ചട്ട എപ്പോഴും ലൂസായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കൈക്കുഴി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്താണ്. അപ്പം കഴുത്ത് നമ്മൾ വി വെട്ടാൻ പോവാണ്. നമ്മൾ ഈ 5 അടയാളപ്പെടുത്തിയെടുത്താണ് നമ്മൾ വി വെട്ടുന്നത്. നമ്മൾ ആ വെട്ടി നിർത്തിയെടുത്തേക്ക് കൊണ്ടുവന്ന് ഇറക്കിയെടുത്തു. നമ്മളിതാണ് കഴുത്ത് വെട്ടിയെടുത്തത്. കണ്ടോ? ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 വരെ നമ്മൾ വി വെട്ടിയിട്ടുള്ളൂ. കണ്ടോ? ഈ 5 വരെ നമ്മൾ വി വെട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 6 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഈ ഓപ്പൺ ചെയ്ത് വിടുകയുള്ളൂ. ഇതൊന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വിടും. അല്ലാതെ നമ്മൾ വി താഴെ വരെ വെട്ടില്ല. കാരണം വി താഴെ വരെ വെട്ടിയാൽ ഈ കഴുത്ത് അകന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴുത്ത് താഴെ വരെ വെട്ടില്ല. 1 ഇഞ്ച് മുകളിൽ നിർത്തിയിട്ടാണ് നമ്മൾ വി ഷേപ്പ് എടുക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ നമ്മുടെ ചട്ടയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ചട്ടയ്ക്കുള്ള കട്ടിങ്. പ്രധാനപ്പെട്ടത് കഴുത്താണ്. ബാക്കിയൊന്നും അധികം നമുക്ക് വിഷമമില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ചട്ടയുടെ കഴുത്തായിട്ട് വരുന്നത്. ഇത് പുറകഴുത്ത്, ഇത് ഫ്രണ്ട് കഴുത്ത്. 5 വരെ നമ്മൾ വി ഷേപ്പിൽ വെട്ടി, ബാക്കി നമ്മൾ 1 ഇഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് വിട്ടു. ഇനി വരയ്ക്കുന്ന നേരത്ത് കാണിക്കാം. നമുക്കിനി കൈ കട്ട് ചെയ്യാം. നമ്മൾ ചട്ടയുടെ ബാക്കി തുണി നമ്മൾ മുറിച്ച് മാറ്റിയ തുണി ഇവിടെ ഉണ്ട്. അത് നമുക്ക് 2 ആക്കി മടക്കാം. നമുക്ക് മോൾ വശത്ത് 7.5 ഇഞ്ചാണ് വണ്ണം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇറക്കം പിടിക്കാം. നമുക്ക് 6 ഇഞ്ചാണ് ഇറക്കം കിട്ടുന്നത്. ഇത് തേരുവശമാണ്. തേരുവശം അതുപോലെയാണ് നമ്മൾ മടക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 1.5 ഇഞ്ച് അടി മടക്കാനായിട്ട് നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ചട്ടയുടെ കൈയും ചട്ടയുടെ അടിവശത്തെ പടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീതിയിലാണ് മടക്കുന്നത്. അതായത് 1 ഇഞ്ച് 1.25 ഇഞ്ച് വീതിയിലായിരിക്കും മടക്കേണ്ടത്. അപ്പം കൈ നമ്മൾ 1 ഇഞ്ച് വീതിയിലാണ് മടക്കുന്നത്. ചട്ടയുടെ അടിവശത്തെ പടി എന്ന് പറഞ്ഞാൽ ചിലർ 1.25 മടക്കും, ചിലർ 1 ഇഞ്ച് മടക്കും. അത് തുണി ഉള്ളതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കൈ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൈക്കുള്ള പടിക്കുള്ളത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്കിവിടെ നിന്ന് മുകളിലേക്ക് 6 ഇഞ്ച്, 6ഉം നമ്മുടെ തയ്യൽ തുമ്പ് 6.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഒരു കൈക്കുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് 2 കൈയായിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ വണ്ണം കൂടെ നോക്കാം. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത് 7.5 ഇഞ്ചാണ് വണ്ണം. അപ്പോൾ നമ്മളിവിടെ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി. താഴെ വശത്ത് നമുക്ക് 5.25 തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത്. അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇത് ചട്ടയെന്നുള്ള അളവായതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ലൂസ് ഒന്നും കൂട്ടാത്തത്. കാരണം നമുക്ക് കറക്റ്റ് അളവ് മതിയല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഇത് 2 ആക്കി മടക്കാം. എന്നാലേ നമുക്ക് 2 കൈ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ 2 ആക്കി മടക്കി 4 ആക്കി മടക്കിയിട്ടുണ്ട്. 4 ആക്കി മടക്കി നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി, ഇറക്കം അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ റിഗാൾ ഷേപ്പ് എടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ സാരി ബ്ലൗസിന് ഒക്കെ എടുക്കുന്ന ചുരിദാറിനൊക്കെ എടുക്കുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 10-1. അപ്പോൾ ചട്ടയ്ക്ക് സാധാരണ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 10 അങ്ങനെ ഒരു വണ്ണം എടുക്കില്ല. നമുക്ക് കൃത്യമായിട്ട് എടുക്കുന്ന നമ്മൾ ഷർട്ടിന് ഒക്കെ എടുക്കുന്ന പോലെ നമ്മൾ 2.5 ഇഞ്ചാണ് കൃത്യമായിട്ട് എടുക്കുകയുള്ളൂ. അതൊട്ടും കൂട്ടില്ല. കാരണം ചട്ട എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലൂസായി കിടക്കുന്നതാണ്, ഒത്തിരി ഷേപ്പ് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ 2.5 ഇഞ്ചാണ് റിഗാൾ ഷേപ്പായിട്ട് നമ്മൾ ചട്ടയ്ക്ക് എടുക്കുകയുള്ളൂ. ചട്ടയ്ക്കും ഷർട്ടിനും ഒക്കെ ഇതാണ് കണക്ക്, 2.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മാറ്റിയിട്ട് നമുക്കൊരു ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ഷേപ്പ് എടുത്തിട്ട് ഇതാ ഇത്രയേ ഉള്ളൂ ഷേപ്പ്.
കാരണം ചട്ടക്കയുടെ കൈ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഷേപ്പ് കൊടുത്തിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്കിനി നമുക്ക് തയ്യൽത്തുമ്പും കൂടെ രേഖപ്പെടുത്താം. ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പം നമ്മുടെ ചട്ടയുടെ കൈയും നമ്മളെ ഷേപ്പ് വരച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. മറ്റേതുപോലെ നമ്മൾ നടുവ് കണ്ടിട്ട്, അതായത് ഈ നീളത്തിൻ്റെ നടുവ് കണ്ടിട്ടൊന്നും നമ്മൾ കൈ വെട്ടിയല്ല. ഇപ്പം നമ്മൾ നടുവ് കണ്ടിട്ട് വെട്ടുമ്പോൾ നമുക്കിവിടെ 5.5 പകുതി 2.5 അപ്പോൾ നമ്മൾ സാരി ബ്ലൗസിനാകുമ്പോൾ ഇതിലെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അങ്ങനെയൊന്നും ചട്ടയ്ക്ക് കട്ട് ചെയ്യില്ല. ചട്ടയ്ക്കധികം കൈക്കധികം ഷേപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കൈയും കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ച്ച് നോക്കാം. നമ്മൾ കഴുത്തൊന്നും വേറെ പീസ് കൊടുത്തിട്ടൊന്നും അല്ല അടിക്കുന്നത്. നമ്മൾ പെറ്റിക്കോട്ടിന് മടക്കുന്നത് പോലെ നമ്മൾ മടക്കിയിട്ട്, അതിന് പ്രത്യേകതയുണ്ട്. ഇത്ര അടുപ്പ് മുന്നിലും, അതായത് ഇത്ര എണ്ണത്തിലുള്ള അടുപ്പ് മുന്നിലും പുറകിലും വേണമെന്നുണ്ട്. അതെങ്ങനെയാണെന്ന് തയ്ക്കുന്ന നേരത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തയ്ക്കാം. പിന്നെ ചട്ടയുടെ കൈക്ക് നമ്മൾ ചെറിയ ഷേപ്പ് കൊടുക്കും. ഫ്രണ്ടിൽ നമ്മൾ കൊടുത്ത പോലെ തന്നെ ചെറിയൊരു ഷേപ്പ് നമുക്ക് ചട്ടയുടെ കൈക്കും കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടും ഒരേ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ വരച്ച സൈഡ് രണ്ടും ഒരു സൈഡിലാക്കി. ഇത് നല്ല വശം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു ഷേപ്പ്, മറ്റേ സാരി ബ്ലൗസിനൊക്കെ വെട്ടുന്നാൽ അത്ര ഷേപ്പ് കൊടുക്കില്ല. ഒരു 4 ഇഞ്ച് കൊടുക്കും. 4 ഇഞ്ച് ഷേപ്പിലാണ് നമ്മൾ ഫ്രണ്ട് വെട്ടിയിട്ടുള്ളത്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡ്. ഇത്രയുള്ള വ്യത്യാസം. ഒന്നിവിടെ. അപ്പം നമുക്ക് അടിക്കാം. നമുക്ക് ആദ്യം കൈ അടിക്കാം. കൈയുടെ അടിവശം നമുക്ക് മടക്കി അടിക്കാം. ആദ്യം ചെറുതാക്കി മടക്കാം അടിവശം. അതിനുശേഷം നമുക്ക് വീതിയിൽ, നമ്മൾ 1 ഇഞ്ച് വീതിയാണ് കൊടുത്തിട്ടുള്ളത്. ആ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി അടിക്കണം. ചെറുതാക്കി മടക്കുക. അതിനുശേഷം 1 ഇഞ്ച് വീതിയിൽ നമ്മൾ അടിച്ചു വെക്കും. ഒരു ഇഞ്ച് വീതി കൃത്യമായിട്ട് നമുക്ക് പഠിക്കുന്നുണ്ട്. നമ്മൾ അത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കൈ അടിക്കണം. അപ്പോൾ നമുക്ക് അത് ഫ്രണ്ട് വശവും പുറകു വശവും തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മളത് നോക്കിയിട്ട് വേണം അടിക്കാൻ. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട് വശമുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് വശം. അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ, അല്ല അടിക്കാൻ. സോറി, നമ്മളതും അടിക്കണം. നമ്മൾ 2 കൈയും അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ കുറച്ച് വെട്ടിയപ്പോൾ തന്നെ ഫ്രണ്ട് 2 വശം ഒരു സൈഡിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇറക്കം നോക്കാം. നമുക്ക് 6 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ ഇറക്കം കിട്ടുന്നത്. നമുക്ക് 6.5 ഇഞ്ച് തയ്യൽത്തുമ്പടക്കം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്താണ് അടിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിനി കഴുത്തടിക്കാൻ പോവാണ്. അപ്പം നമുക്കിത് നിവർത്തിയിടാം. ഇപ്പോൾ നമ്മൾ കഴുത്തിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ റൗണ്ട്, ഇവിടെ വീയുമായിട്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ 5 ഇഞ്ചാണ് ഇങ്ങോട്ട് കഴുത്തിറക്കിയിട്ടുള്ളത്. അതിൻ്റെ നടുക്ക് 2.5 ഇഞ്ച്, അതായത് ഇത് നമ്മൾ 5 ഇഞ്ച് ഇവിടെ, നമ്മൾ 2.5 ഇഞ്ച് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. ഈ 2.5 ഇഞ്ചിൻ്റെ താഴേക്കാണ് നമ്മൾ ഇപ്പം മടക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് നമ്മൾ എല്ലാം ഒരു മടക്ക് മടക്കിയിട്ട് അടിച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാണിച്ചു തരാം.
സാറിന് എവിടെന്നെങ്കിലും തുടങ്ങിയാൽ പോരാ, പെറ്റിക്കോട്ട് അടിക്കുന്നതിൽ എവിടെന്നെങ്കിലും തുടങ്ങിയാൽ പോരാ. ഈ കഴുത്ത് കറക്റ്റായിട്ട് കിട്ടാൻ നമ്മൾ ഈ ഫ്രണ്ട് വശത്തിൻ്റെ നടുക്ക് നിന്ന് തുടങ്ങണം. നമ്മളിങ്ങനെ ചെറുതാക്കി, തീരെ ചെറുതാക്കി നമ്മൾ ഒരു ഒറ്റ പ്രാവശ്യം മടക്കും. നമ്മൾ ഒറ്റ പ്രാവശ്യം മടക്കുള്ളൂ. ഇങ്ങനെ ചെറുതാക്കി നമ്മൾ ഒരു പ്രാവശ്യം മടക്കും. എന്നിട്ട് ഒരടി പഠിക്കും. നമ്മളിങ്ങനെ ഇവിടെയൊക്കെ നല്ല ഇങ്ങനെയാണ് നമ്മുടെ ഇത് വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ വരെ നമ്മൾ 5 വരെ വി അടിച്ചിട്ടുള്ളൂ, വി കട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു കുഞ്ഞാക്കി ഇവിടെയൊക്കെ നല്ല കറക്റ്റ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞാക്കി മടക്കി അടിക്കും. ഒരടിപ്പ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെയൊക്കെ കറക്റ്റാണ് നമ്മൾ മടക്കേണ്ടത്. ചെറുതാക്കിയേ മടക്കാവുള്ളൂ. ഒത്തിരി മടക്കിയാൽ വീട് അകലം കൂടി പോകും. ഇനി നമ്മളിവിടെ വരെ എത്തി, അതായത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലെത്തി. അപ്പോൾ നമ്മൾ ഈ പീസ് ഇതില്ലേ, ഇത് നമ്മളിങ്ങനെ പിരിക്കും, ചെറുതാക്കി ഇങ്ങനെ. ഇതിങ്ങനെ പിരിച്ച് വരുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ നമുക്കല്ലാതെ അവിടെ മടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു അടിക്കാനുള്ളൊരു സ്പേസ് വരും, അതിലൂടെ അടിക്കും. ഇനി നമ്മൾ പിരിച്ചെടുക്കും. ഉണ്ടോ? അപ്പോൾ നമുക്കതിലേ ചേർത്തടിക്കാം. നമ്മൾ അടിച്ചവിടെ കൊണ്ട് നിർത്തും, നടുക്ക് കൃത്യം നടുക്കും. അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് തിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ പിരിച്ചെടുക്കുക ചെയ്യാം. ഇവിടവും പിരിച്ചിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് അടിക്കുന്നത്. അപ്പോൾ അവിടെ അടിച്ച് നിർത്തി. ഇനി നമ്മൾ മടക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചെറുതാക്കി മടക്കിയെടുക്കും. കാരണം വീട് അവിടെ നമുക്ക് ഒരിക്കലും മടക്കി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സൈഡ് അടിച്ചിട്ട് കുറച്ചടിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ അപ്പുറത്തെ സൈഡ് പിരിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് അടിക്കാൻ പറ്റുക. പിന്നെ നമ്മൾ ഇത് ചുറ്റും അടിക്കുകയാണ്. ഒരു പ്രാവശ്യം മടക്കിയിട്ട് നമ്മൾ ചുറ്റും അടിക്കാൻ പോകണം. നമ്മൾ ചുറ്റും ഒരു മടക്കിയിട്ട് പുറകുവശം അടക്കം നമ്മൾ അങ്ങനെ തയ്ക്കുകയാണ്. ഈ കഴുത്ത് മാത്രം നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചടിക്കേണ്ട കാര്യമാണ്. ചട്ടയ്ക്ക് മാത്രം നമ്മൾ വേറെ എക്സ്ട്രാ പീസൊന്നും വെച്ച് അടിക്കുകയല്ല. ആ തുണി കൊണ്ട് തന്നെയാണ് നമ്മൾ മടക്കി അടിക്കുക. ചുളുങ്ങാതെ കറക്റ്റ് നമ്മൾ കുറേശ്ശെ അടിച്ച് കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഈ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ തുടങ്ങിയല്ലോ, മുൻവശത്തിൻ്റെ നടുക്ക് നമ്മൾ വലിക്കുകയൊന്നും ചെയ്യരുത്, പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആ അടിച്ച് തുടങ്ങിയ അവിടം വരെ നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരടിപ്പ് ഫുൾ അടിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കഴുത്ത് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒന്നടിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ ഒന്നോടെ മടക്കി അടിക്കും. ഇപ്പം നമ്മൾ മടക്കി അടിച്ച് ആ വീതിക്ക് തന്നെ ഒന്നോടെ മടക്കും. അത് നമ്മൾ മുൻവശത്ത് തന്നെയാണ് തുടങ്ങുന്നത്. കാരണം ഈ കഴുത്താണ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക്, അതായത് ഫ്രണ്ട് കഴുത്താണ് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നിൽ നിന്നാണ് പിന്നെയും തുടങ്ങുന്നത്, പുറകിൽ നിന്നും തുടങ്ങില്ല. നമ്മൾ ഈ നടുക്ക് ആദ്യം തുടങ്ങിയ അവിടെ തന്നെ നമ്മൾ ഒന്നോടെ മടക്കും. എങ്ങനെ അതേ വീതി തന്നെയായിരിക്കണം. എന്നിട്ട് നമ്മൾ ഒന്നോടെ മടക്കി അടിക്കും. 2 മടക്ക് ആദ്യം മടക്കി അടിക്കത്തില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഒരിക്കലും പറ്റില്ല. കാരണം അന്നേരം ഈ കഴുത്തിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. ചട്ടയുടെ കഴുത്തെന്ന് പറഞ്ഞാൽ അത്ര ശ്രദ്ധിച്ചടിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരടിപ്പ് ആദ്യം അടിച്ചിട്ട് നമ്മൾ രണ്ടാമത് മടക്കി അടിക്കുള്ളൂ. നമ്മളിങ്ങനെ ഒരു മടക്കി ഇവിടം വരെ. ഈ താഴത്തെ വീട് അറ്റത്തേക്ക് വരാൻ പറ്റില്ല, കാരണം നമുക്ക് മടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പീസ്, അതായത് ഇപ്പുറത്തെ വശത്തെ പീസ് ഇങ്ങനെ പിരിച്ചെടുക്കും. ഇങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ ഇതുണ്ടോ, ഇവിടെ നമുക്കൊരു സ്പേസ് വരും അടിക്കാനുള്ളത്. ഒരു ചെറിയ സ്പേസ് ഇവിടെ നമുക്ക് അടിക്കാനുള്ളത് വരും. അതിലേക്കാണ് കൃത്യമായിട്ട് സൂക്ഷിച്ച് നമ്മൾ സൂചി ഇറക്കി അടിക്കുക. അപ്പോൾ നമ്മൾ നടുക്ക് കൊണ്ട് കുത്തി നിർത്തി ഇനി നമ്മൾ തിരിക്കുകയാണ്. ഇതും അതുപോലെ തന്നെ നമ്മൾ പിരിച്ചാണ് തന്നെ അവിടെ അടിക്കുന്നത്. ആ നടുക്ക് ഇങ്ങോട്ട് മാറുന്നവരെ നമ്മൾ പിരിച്ചടിക്കും.
ഇപ്പോൾ സൂചി ഇറങ്ങാനുള്ള ഒരു സ്പേസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമുക്ക് മടക്കിയടിക്കാം. താഴത്തെ അറ്റം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ നമ്മൾ മടക്കിയടിക്കും. നമ്മൾ ആദ്യം അടിച്ച അതേ വീതിക്ക് തന്നെയാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾ ചുറ്റും അടിക്കുകയാണ്. പുറകുവശം അടക്കം നമ്മൾ ഒന്നോടെ മടക്കിയടിക്കുകയാണ്. ഇത് വീതി കൂടി പോയാൽ പിരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് വീതിയിൽ തന്നെ അടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ചട്ട അടിക്കുന്നവരും കുറഞ്ഞു വരുവാണ്, ചട്ട ഇടുന്നവരും കുറഞ്ഞു വരുവാണ്. നമുക്ക് ഇത് ഇവിടം വരെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് മടക്കി, ആദ്യം ഒന്ന് മടക്കി അടിച്ചു, രണ്ടാമത് ഒന്നോടെ മടക്കി നമ്മൾ അടിച്ചെടുത്തു. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇത്രയും അടിച്ചെടുത്തു. വേണ്ട കഴുത്തൊക്കെ നല്ല വി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വി ആയിട്ട് നമുക്ക് കഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ചീത്ത വശമാണ്. ഇനി നമ്മൾ തിരിച്ചിടുകയാണ്, നല്ല വശം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടം തൊട്ട് നമുക്ക് ഫ്രണ്ട് വശമാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടം തൊട്ട് നമ്മുടെ നല്ല ഫ്രണ്ട് വശമാണ് ഇത് പുറകുവശമാണ്. അപ്പോൾ ഈ ഫ്രണ്ട് വശത്ത് നമ്മൾ 7 അല്ലെങ്കിൽ 5 തയ്യൽ തയ്ക്കണം. ഇവിടെ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് 5 ഓരോ സ്പേസ് തുള്ളി പോലും വിടാതെ നമ്മൾ ഒന്നെങ്കിൽ 5 ഒറ്റസംഖ്യയാണ് തയ്ക്കുക, ഒന്നെങ്കിൽ 5 തയ്യൽ തയ്ക്കണം. അതായത് 5 സ്റ്റിച്ചിങ് പോകണം നമുക്കിതിൽ, അല്ലെങ്കിൽ 7 സ്റ്റിച്ചിങ് പോകണം. നമുക്ക് 5 സ്റ്റിച്ച് ചെയ്യാം ഇതിൽ, ഇവിടം തൊട്ട് ഇവിടം വരെ. ഇത് ഫ്രണ്ട് വശമാണ്. അപ്പം ഇവിടം തൊട്ട് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ 5 സ്റ്റിച്ച് അടിച്ചിങ്ങനെ വിടാം. ചിലർ 7 സ്റ്റിച്ച് അടിക്കും, നല്ല വീതിയിൽ നല്ല ഭംഗിയിലിരിക്കും. അന്നേരം നമുക്കിവിടെ 5 സ്റ്റിച്ച് അടിക്കാം. അപ്പോൾ ഇവിടം തൊട്ട് ഈ പുറകുവശം ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് ഇവിടം വരെ നമ്മൾ 3 സ്റ്റിച്ചാണ് അടിക്കുന്നത്. പുറകിൽ നമ്മൾ 3 സ്റ്റിച്ച് അടിക്കും, മുന്നിൽ നമ്മൾ 5 സ്റ്റിച്ച് അടിക്കും. നമ്മൾ 7 സ്റ്റിച്ച് അടിക്കുന്നതെങ്കിൽ, നമ്മൾ ഫ്രണ്ടിൽ 7 സ്റ്റിച്ചാണ് അടിക്കുന്നതെങ്കിൽ നമ്മളിവിടെ 4 സ്റ്റിച്ച് അടിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ 5 അടിക്കുന്നതെങ്കിൽ ഇവിടെ 3 അടിക്കണം, 7 ഇവിടെ അടിക്കുന്നതെങ്കിൽ ഇവിടെ 4 അടിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ കണക്കുള്ളത്. അപ്പോൾ നമ്മൾ അടിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ് അടിച്ചു തുടങ്ങുന്നത്. നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ തുടങ്ങും. നമ്മൾ തുടങ്ങുകയാണ്. ഇതാണ് ചട്ടയുടെ കഴുത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്റ്റിച്ചിങ്. അതായത് നമ്മൾ കഴുത്ത് നല്ല ഭംഗിയായിട്ട് നല്ല വീതിയിൽ, അതിൻ്റെ കറക്റ്റ് വീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതാണ് അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നത്. അവർ സ്റ്റിച്ചിങ് നോക്കും. പണ്ടത്തെ അമ്മമാർക്കൊക്കെ നിർബന്ധമായിരുന്നു, കാരണം കറക്റ്റ് വി വരണം, അത് ഒത്തിരി അകന്നു പോകാൻ പാടില്ല, ഇവിടം കൊണ്ട് അകന്നു പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ അവർ പറയും. ഇപ്പോൾ നമ്മൾ ഒന്ന് ഫ്രണ്ടിലടിച്ചു, ഇനി നമ്മളത് ചുറ്റി പുറകിലും കൂടെ പോവുകയാണ്. ഇപ്പോൾ പുറകിൽ ഒന്നടിച്ചു, ഈ സ്റ്റിച്ച് അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കാരണം നമ്മൾ വേറെ എക്സ്ട്രാ പീസൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഇത് കഴുത്തേലിടുമ്പോൾ നമുക്ക് ഓപ്പണിങ് വേറെ ഒന്നുമില്ല, സിബോ അല്ലെ കൊളുത്തോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടുമ്പോൾ ഇത് പെട്ടെന്ന് കീറിപ്പോവും. അത് ഒഴിവാക്കാനാണ് നമ്മൾ സ്റ്റിച്ച് കൂടുതൽ കൊടുക്കുന്നത്. ഈ കഴുത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് സ്റ്റിച്ച് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുറകിൽ ഒന്നടിച്ചു, ഫ്രണ്ടിൽ നമ്മൾ ഒന്നടിച്ചു. ഇനി നമ്മൾ തുടർച്ചയായിട്ട് മുന്നിൽ തന്നെ അടിച്ചു പോവാണ്. മുന്നിൽ നമ്മൾ മൂന്നാമത്തെ അടിപ്പാണ്. അതായത് ആദ്യം നമ്മളൊന്ന് മടക്കി അടിച്ചിരുന്നു, രണ്ടാമത് നമ്മളിപ്പോൾ ഒന്ന് കവർ ചെയ്തടിച്ചു, മൂന്നാമത്തെ ഇപ്പം നമ്മൾ പിന്നെ അടിക്കുകയാണ്. ഇപ്പോൾ 3 അടിപ്പ് മുന്നിൽ വന്നു, മൂന്നാമത്തെ അടിപ്പം പുറകിലേക്ക് പോവാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ പുറകിൽ 3 അടിച്ചു, മുന്നിൽ 3 അടിച്ചു. അപ്പോൾ ഇനി 2 അടിപ്പ് എക്സ്ട്രാ നമുക്ക് ഫ്രണ്ടിലടിക്കണം. പിന്നെ നമ്മൾ പുറകോട്ട് പോകുന്നില്ല, നമ്മൾ ഫ്രണ്ടിൽ തന്നെ 2 അടിപ്പ് അടിച്ച് നിർത്തുവാണ്. കഴുത്തിൻ്റെ ഉറപ്പിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കൂടുതൽ സ്റ്റിച്ച് അടിക്കുന്നത്. അപ്പം നമ്മൾ 4ാമത്തെ മുന്നിലടിച്ചു, ഇനി നമ്മൾ ഒന്നോടെ തിരിച്ചു 5 സ്റ്റിച്ച്. 7 അടിക്കാം, കുഴപ്പമില്ല. 7 അടിക്കുമ്പോൾ നമ്മൾ പുറകിൽ 4 അടിക്കണം. 4 സ്റ്റിച്ച് പുറകിൽ വേണം. അപ്പോൾ മുന്നിൽ നമ്മൾ 5 അടിക്കുന്നത്.
5 സ്റ്റിച്ച്. നമ്മൾ 5ാമത്തെ അടിച്ചു കഴിഞ്ഞു. ഇവിടെ അടിച്ച് പൂർത്തിയാക്കിയാൽ നമുക്ക് 5 സ്റ്റിച്ചായി. ഇനി നമുക്ക് വേണമെങ്കിൽ 7 അടിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് നിൽക്കും. കഴുത്ത് നല്ല ഉറപ്പും ഭംഗിയും കൂടുന്നത് 7 അടിക്കുമ്പോഴാണ്. നമ്മളിവിടെ കെട്ടിട്ട് നിർത്തി. ഇപ്പൊ നമ്മളിങ്ങനെയാണ് കഴുത്തടിച്ചെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയ കഴുത്ത് കിട്ടി. നമുക്കിവിടെ നല്ല കറക്റ്റ് വി ആയിരിക്കണം. അമ്മമാർക്ക് അതാണ് ഇഷ്ടപ്പെടുക. ഇവിടെ ഒന്നും ചുളുക്കം വരാൻ പാടില്ല. കറക്റ്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കുമ്പോഴാണ് അവർക്ക് ചട്ട ഇഷ്ടപ്പെടുക. ഇനി നമുക്ക് കൈയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇത് 2ആക്കി മടക്കിയിട്ട് നമുക്ക് ഇനി നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ചട്ടയുടെ കഴുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ചടിക്കേണ്ടതും ചട്ടയുടെ കഴുത്താണ്. ബാക്കിയെല്ലാം നമുക്ക് സാധാരണ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ നോച്ചിട്ട് കൊടുക്കുന്നു. ഷോൾഡറിന് അപ്പുറത്തതുപോലെ തന്നെ. നമുക്കിനി കൈ വെച്ച് കൊടുത്താൽ മതി. കൈയും കൊടുത്ത് അടിവശം അടിച്ച് സൈഡും അടിച്ച് അടിവശം വീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ ചട്ടയുടെ തയ്യൽ കഴിഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ട് വശം ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ കൈ വെച്ച് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം വന്നിട്ടുള്ളത്. അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ വണ്ണത്തിനുള്ള അടയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ വെച്ച് കൊടുക്കാം. റേഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നോച്ചുകൾ തമ്മിൽ വണ്ണത്തിൻ്റെ നോച്ചും കൈയുടെ നോച്ചും തമ്മിൽ ഒപ്പമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടെ അടിച്ചിട്ട് നമുക്ക് മറ്റേ കൈ അടിച്ചു. നമ്മൾ ചട്ടയ്ക്ക് റിഗാൾ ഷേപ്പ് കൂടുതലെടുത്താൽ കൈ ഇവിടെ ആവശ്യം ചുളുങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് റിഗാൾ ഷേപ്പ് എടുക്കുള്ളൂ. ഷർട്ടിനും അങ്ങനെ തന്നെയാണ്. പിന്നെ വണ്ണം കുറഞ്ഞ പിള്ളേരൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ 3 ഇഞ്ച് വരെ ഷർട്ടിന് എടുക്കാം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കൈ. ഇപ്പോൾ ചുളുക്കമില്ലാതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത കൈ അടിച്ചു കൊടുക്കാം. നമുക്ക് അടുത്ത കയ്യും അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫുൾ അടിച്ചിട്ട് കാണിക്കാം. അപ്പം കൈ അടിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ കൈ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡാണ് അടിക്കേണ്ടത്. കണ്ടോ, കൈയൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചുളുക്കമില്ലാതെ നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സൈഡാണ് അടിക്കേണ്ടത്. അതിനായിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അളന്ന് നോക്കാം. 22 ഇഞ്ചാണ് നമുക്ക് വണ്ണം കിട്ടേണ്ടത്. നമ്മൾ വണ്ണത്തിനുള്ളത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് അടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ വണ്ണം അടിക്കുകയാണ്. സൈഡ് വണ്ണം നമ്മൾ 22 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടിവശത്ത് 5.25. അപ്പോൾ അപ്പുറത്തെ സൈഡ് നമുക്കതുപോലെ അടിച്ചെടുക്കാം. ഓക്കെ, ഈ സൈഡിൽ ഇത്രയും തയ്യൽത്തുമ്പ് വേണ്ട. അത് കാരണം നമുക്ക് കുറച്ച് ഒരു 1/2 ഇഞ്ച് ഇട്ടേച്ച് കട്ട് ചെയ്ത് തരാം. ചട്ടയ്ക്കൊന്നും അധികം തയ്യൽത്തുമ്പ് ഇടിയല്ല. ബ്ലൗസിനിടുന്ന പോലെയൊന്നും നമ്മൾ ചട്ടയ്ക്കധികം തയ്യൽത്തുമ്പ് ഇടില്ല. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടതാണ്. ഇത് നമുക്ക് അതുപോലെ അടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 5.25. നമ്മുടെ വണ്ണം അതെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡും അടിച്ചു കൊടുക്കും. വണ്ണം കാണിച്ചു തരാം. നമുക്ക് 22 ഇഞ്ച് കൃത്യമായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വണ്ണത്തിന്. അങ്ങനെ നമ്മൾ സൈഡും കൈയും കരുത്തും എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശമാണ് അടിച്ചെടുക്കുന്നത്. നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കിന് നമ്മൾക്ക് അടിച്ചു കൊടുത്താൽ മതി. മനസ്സിലാകാൻ വേണ്ടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നമ്മളിത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ കണക്കിൽ നമുക്കൊന്ന് ഇപ്പുറവശം കൂടെ കറക്റ്റാക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് മടക്കിയിട്ട് കൈ വലിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് അടിക്കുന്നതിന് മുന്നേ നമുക്ക് വേണ്ട ഇറക്കം കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഷോൾഡറിൽ വെച്ചിട്ട് താഴെ കളന്നാൽ നമുക്ക് 18 ഇഞ്ച് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടിവശം അടിച്ചു കൊടുക്കാം. ഇത് ചെറുതാക്കി മടക്കുക. അതിനുശേഷം നമുക്ക് വീതിയിൽ മടക്കാം. ഏതൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. നമ്മളിത് ഒന്ന് പതുക്കെ ഒന്ന് താഴേക്ക് നിൽക്കാതിരിക്കാൻ ഇച്ചിരി കട്ടിച്ചളയാം. ഇനി നമുക്കൊന്ന് ചെറുതാക്കി മടക്കുക. അതിനുശേഷം ഈ വീതിയിൽ നമ്മളെടുത്ത വീതിയിൽ മടക്കുക. നമുക്ക് ഒരേ വീതിയാണെന്ന് ഉറപ്പ് വരുത്തണം. അടിവശം മാറുടെ ചട്ടയുടെ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഈ പടിയുടെ വീതി, കഴുത്തിൻ്റെ ഭംഗി, അതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിവശം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചട്ടയുടെ തയ്യൽ കഴിഞ്ഞു.
നമ്മുടെ ചട്ട നല്ല ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്ട നല്ല നല്ല ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. വണ്ണം കാണിച്ചു തരാം. 22 വണ്ണം കിട്ടുന്നത്. നമുക്ക് 22 ഇഞ്ച് വണ്ണം കിട്ടിയിട്ടുണ്ട്. ഇറക്കം കാണിച്ചു തരാം. ഇറക്കം നമുക്ക് 18.5 കിട്ടേണ്ടത്, അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കഴുത്ത് നമുക്ക് 6 ഇഞ്ചായിരുന്നു കഴുത്ത് കിട്ടേണ്ടത്, അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആം ഹോൾ നമുക്ക് 8 ഇഞ്ചാണ് ആം ഹോൾ കിട്ടേണ്ടത്, അത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ 8 ഇഞ്ച് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. കൈയുടെ വണ്ണം 5.25. നമ്മൾ ചട്ട നല്ല ഭംഗിയായിട്ട് തയ്ച്ചു കഴിഞ്ഞു. ഈ ചട്ടയുടെ തയ്യൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരും. താങ്ക് യു.